വർഷങ്ങളായി പ്രവർത്തനരഹിതമായിരുന്ന മൊബൈൽ ടവറിന്റെ അറ്റകുറ്റപ്പണികൾക്കായി GTL ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി എത്തിയപ്പോഴാണ് അറിയുന്നത് ഈ പറയുന്ന ടവർ കാണാനില്ലെന്ന്. ഏത് ജനവാസ മേഖലയുടെ ഒത്ത നടുക്കുള്ള 132 അടി ഉയരമുള്ള കൂറ്റൻ ടവറും 15 kVA ജനറേറ്ററും മറ്റ് സാങ്കേതിക ഉപകരണങ്ങളും നാട്ടുകാരുടെ പോലും കണ്ണിൽപ്പെടാതെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയിരിക്കുന്നു. സംഭവം നടന്നത് ബീഹാറിലെ ബക്സർ ജില്ലയിലാണ്. ഇത്തരം വൻകിട മോഷണങ്ങൾ ബീഹാറിൽ ആദ്യത്തേതല്ല. പാലം, ട്രെയിൻ എഞ്ചിൻ, റെയിൽപാളം, റോഡ്, മൊബൈൽ ടവർ, കുളം എന്നിങ്ങനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള വിചിത്രമായ മോഷണ കഥകളാണ് ബീഹാറിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാറുള്ളത്. 2022 ബീഹാറിലെ റോഹ്താസ് ജില്ലയിൽ 60 അടി നീളമുള്ള ഒരു പഴയ ഇരുമ്പ് പാലം പകൽ വെളിച്ചത്തിൽ അപ്രത്യക്ഷമായി പോയത്. ജലസേചന വകുപ്പിലെ ഉദ്യോഗസ്ഥരെന്ന വ്യാജേന എത്തിയ സംഘം ഗ്യാസ് കട്ടറുകളും JCBയും ഉപയോഗിച്ച് പാലം പൊളിച്ച് സ്ക്രാപ്പാക്കി കടത്തിക്കൊണ്ടുപോയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പാലം മോഷണത്തിന്റെ ഞെട്ടൽ മാറും മുൻപായിരുന്നു അടുത്ത മോഷണം. പാറ്റ്നയിൽ നിന്ന് ഏകദേശം 19 ലക്ഷം രൂപയുടെ മൊബൈൽ ടവറും അതിനോടൊപ്പമുള്ള ജനറേറ്ററും മറ്റു ഉപകരണങ്ങളുമാണ് മോഷണം പോയത്. ഗുജറാത്ത് ടെലിലിങ്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ടവറാണ് പാറ്റ്നയിലെ ഗർദനിബാഗ് മേഖലയിലെ യാർപൂർ രാജ്പുതാന കോളനിയിൽ ലാലൻ സിംഗിന്റെ വീടിന്റെ മുകൾ തട്ടിൽ സ്ഥാപിച്ചിരുന്നത്. സംഭവ ദിവസം മൊബൈൽ കമ്പനിയിലെ ഉദ്യോഗസ്ഥരാണെന്ന് പരിചയപ്പെടുത്തിയ ഒരു സംഘം ലാലൻ സിംഗിനെ സമീപിച്ചു. കമ്പനി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അതിനാൽ ടവർ അഴിച്ചു മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അവർ അറിയിച്ചു. ഇവരുടെ തിരിച്ചറിയൽ രേഖ പോലും പരിശോധിക്കാതെ തന്നെ ലാലൻ സിംഗ് അനുമതി നൽകുകയായിരുന്നു. തുടർന്ന് ഏകദേശം 25 പേരടങ്ങുന്ന സംഘം 3 ദിവസം തുടർച്ചയായി ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ടവർ ഭാഗങ്ങളായി മുറിച്ചു മാറ്റി. പിന്നീട് ടവറിന്റെ ഭാഗങ്ങൾ ലോറിയിൽ കയറ്റി സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയായിരുന്നു. യഥാർത്ഥ കമ്പനിയുടെ അധികൃതർ സ്ഥലത്തെത്തിയപ്പോഴാണ് ടവർ കാണാതായ വിവരം പുറത്തറിയുന്നത്. റെയിൽവേ യാർഡിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിനിന്റെ എഞ്ചിൻ വൻ തുരങ്കമുണ്ടാക്കി അടിച്ചു മാറ്റിയതും 2022 ബീഹാറിലെ ബെഗുസരായ് ജില്ലയിലെ റെയിൽവേ യാർഡിൽ നിന്നാണ് എഞ്ചിൻ മോഷ്ടിക്കപ്പെട്ടത്. ട്രെയിൻ നിർത്തിയിട്ടിരുന്ന ഭാഗത്തേക്ക് രഹസ്യ തുരങ്കമുണ്ടാക്കിയാണ് മോഷ്ടാക്കൾ എഞ്ചിൻ അടിച്ചു മാറ്റിയത്. അറ്റകുറ്റപ്പണികൾക്കായി നിർത്തിയിട്ടിരുന്ന എഞ്ചിന്റെ വിവിധ ഭാഗങ്ങളായി മോഷ്ടിച്ച് തുരങ്കത്തിലൂടെ പൂർണ്ണമായും കടത്തുകയായിരുന്നു. വിവിധ ദിവസങ്ങളിലായാണ് തുരങ്കത്തിനുള്ളിലൂടെ എഞ്ചിന്റെ ഭാഗങ്ങൾ ഓരോന്നായി മോഷ്ടിച്ചു കൊണ്ടുപോയത്. എഞ്ചിൻ പൂർണ്ണമായും അപ്രത്യക്ഷമായപ്പോൾ മാത്രമാണ് അധികൃതർക്ക് സംഗതി പിടികിട്ടിയത്. 2 കിലോമീറ്ററോളം റെയിൽപാളം മോഷ്ടിച്ചു കടത്തിയത് 2023 സമസ്തിപൂർ റെയിൽവേ ഡിവിഷന് കീഴിലെ പൗണ്ടൽ സ്റ്റേഷനെയും ലോഹത് ഷുഗർ മില്ലിനെയും ബന്ധിപ്പിക്കുന്ന പാതയിൽ നേരത്തെ തീവണ്ടി ഗതാഗതം ഉണ്ടായിരുന്നു. പക്ഷെ മില്ലടച്ചതോടെ ഈ മേഖലയിലെ തീവണ്ടി ഗതാഗതം അവസാനിപ്പിച്ചിരുന്നു. ഇതിനു ശേഷമാണ് മേഖലയിലെ 2 കിലോമീറ്ററോളം ദൂരത്തിൽ റെയിൽപാളം മോഷണം പോയതായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആക്രി കച്ചവടക്കാരനാണ് റെയിൽപാളത്തിന്റെ സാമഗ്രികൾ വിറ്റതെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. 3 കിലോമീറ്റർ റോഡ് മോഷ്ടിച്ചത് 2025 ബീഹാറിലെ ജഹാനാബാദ് ജില്ലയിലെ ഔദൻ ബിഘ ഗ്രാമത്തിൽ റോഡ് നിർമ്മാണത്തിനായി വിരിച്ച കോൺക്രീറ്റ് ഉണങ്ങുന്നതിന് മുൻപ് തന്നെ ഗ്രാമവാസികൾ കൂട്ടത്തോടെ എത്തി അത് കോരിയെടുത്ത് വലിയ കുട്ടകളിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ വീഡിയോ വൈറലായപ്പോഴാണ് സംഭവം പുറം ലോകം അറിയുന്നത്. 2024 ഒരു കുളം തന്നെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയത്. ബീഹാറിലെ ദർഭാംഗയിലായിരുന്നു സംഭവം. സ്ഥലത്തിന് വർദ്ധിച്ചു വരുന്ന വില മൂലം സ്ഥലം മാഫിയ അംഗങ്ങളാണ് കുളം അടിച്ചു മാറ്റിയതെന്നാണ് നാട്ടുകാരുടെ പരാതി. പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ രാത്രിയിലായിരുന്നു കുളത്തിൽ മണ്ണ് നിറച്ചത്. അതിനുശേഷം രാവിലെ കുളത്തിൽ മീൻ പിടിക്കാനെത്തിയവർ കണ്ടത് കുളത്തിന് പകരം ഒരു കുടിലായിരുന്നു. നാട്ടുകാർ പരാതിപ്പെട്ടതിന് പിന്നാലെ കുടിലിലേക്ക് പോലീസ് എത്തുന്നതിന് മുൻപ് കുടിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒരു സംസ്ഥാനത്തെയോ അവിടുത്തെ ജനങ്ങളെയോ മുഴുവൻ വിലയിരുത്താനുള്ള മാനദണ്ഡമല്ല ഇവയൊന്നും. പക്ഷെ ഇങ്ങനെയൊക്കെ മോഷ്ടിക്കാൻ പറ്റുമെന്ന് കേൾക്കുന്ന ആരും അമ്പരക്കുന്ന സംഭവങ്ങളാണ് ബീഹാറിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാറുള്ളത്.